നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ സ്റ്റാൻഡിന്റെ ശോചനീയാവസ്ഥയാണ്. സ്റ്റാൻഡ് ആകെ ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുകയാണ്. മരം വീണപ്പോൾ പൊളിഞ്ഞുണ്ട്. അപ്പോൾ ഇത് വളരെ ശോചനീയാവസ്ഥയിലാണ് നിൽക്കുന്നത്. അതെ അതെ. അപ്പോൾ അത് ഇപ്പോൾ ഞങ്ങളുടെ ആവശ്യം എന്താണെന്ന് പറഞ്ഞാൽ ഈ സ്റ്റാൻഡ് മൊത്തത്തിൽ ശോചനാവസ്ഥയാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ എന്താ പറയുക, ഇവിടുത്തെ അധികാരികൾ, മുനിസിപ്പാലിറ്റി, അങ്ങനെ ഇവിടുത്തെ അധികാരികൾ എല്ലാവരും കൂടി ചേർന്നിട്ട് ഞങ്ങൾക്കൊരു സ്റ്റാൻഡ്, പാലക്കാട് ജില്ലയിൽ തന്നെ ഒരു സ്റ്റാൻഡ്, അതായത് ലൊക്കാലിറ്റിയിൽ തന്നെ ഒരു സ്റ്റാൻഡ് ഇവിടെ ഉള്ളൂ. ഇത് 65 കൊല്ലത്തിലേറെ പഴക്കമുള്ളതാണ്. കൊല്ലത്തിലേറെ പഴക്കമുള്ള സ്റ്റാൻഡാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ ആവശ്യം വന്നാൽ ഇതിന് പകരമായിട്ട് ഞങ്ങൾ സ്റ്റേഡിയം സ്റ്റാൻഡിലോ അല്ലെങ്കിൽ വേറെ ഒരു സ്റ്റാൻഡിലോ ഒരു സ്റ്റാൻഡ് കെട്ടി തന്നാൽ അത് വലിയ ഉപകാരമായി. ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ തന്നെ വിപുലീകരിച്ചൊന്ന് ഈ സ്റ്റാൻഡ് ഒന്ന് നന്നാക്കി കിട്ടിയാലും മതി. നന്നാക്കി തന്നാൽ അതും വലിയൊരു കാര്യമാണ്. ഞങ്ങളുടെ കുടുംബം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഓരോരോ കുടുംബങ്ങളും മക്കളും കുട്ടികളൊക്കെ ഉണ്ട്. അവർക്ക് ജീവിച്ചു പോകാനുള്ള ഒരു മാർഗ്ഗമാണ്. ഇപ്പോൾ അടുത്ത ജനറേഷൻ തന്നെ ഈ തൊഴിലിന് വരുന്നില്ല. ഉള്ളത് തന്നെ ഓട്ടം കുറവാണ്. അതിനിടയിൽ ഈ പ്രൈവറ്റ് വാഹനങ്ങളുടെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. കള്ള ടാക്സി ഓടുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ ടാക്സി മേഖല തന്നെ ഏകദേശം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ നിലവിൽ ഞങ്ങൾക്കുള്ള സ്റ്റാൻഡില്ല, നല്ലൊരു സ്റ്റാൻഡ് ദയവ് ചെയ്ത് അധികാരികളെയും ഞങ്ങളുടെ വിഷമം മനസ്സിലാക്കി ബന്ധപ്പെട്ട അധികൃതരെ ഒരു സ്റ്റാൻഡ് നിങ്ങൾക്ക് ഉണ്ടാക്കി തരണം. ഒന്നുകിൽ ഇത് നന്നാക്കിയാൽ മതി, അതല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് നല്ലൊരു സ്റ്റാൻഡ് ഉണ്ടാക്കുക. ഞങ്ങൾക്ക് അതിന് പറ്റിയ ഒരു സ്ഥലം സ്റ്റേഡിയത്തായാലും ഒരു ബസ് സ്റ്റാൻഡിൻ്റെ പരിസരത്താണല്ലോ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരു സ്റ്റാൻഡ് കിട്ടിക്കുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും ജീവിച്ചു പോകാനുള്ള ഒരു മാർഗ്ഗമായി. പാലക്കാട് ടാക്സി സ്റ്റാൻഡ് ഓർമ്മയാവുന്നു. പാലക്കാട് 62 കൊല്ലത്തെ പാരമ്പര്യമുള്ള പാലക്കാട് ടാക്സി സ്റ്റാൻഡ് ഓർമ്മയാവുകയാണ്. ടൗൺ റെയിൽവേ സ്റ്റേഷൻ്റെ വികസന പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ റെയിൽവേയുടെ സ്ഥലത്ത് നിൽക്കുന്ന സ്റ്റാൻഡ് ഇനി ഇവിടെ തുടരാൻ അനുവദിക്കില്ലെന്നാണ് കേൾക്കുന്നതെന്നും തങ്ങൾക്ക് മറ്റൊരു സ്ഥലത്ത് സ്റ്റാൻഡ് നിർമ്മിച്ചു തരാൻ നഗരസഭയോട് ആവശ്യപ്പെടുമെന്നും സ്റ്റാൻഡിലെ ടാക്സി ഡ്രൈവർമാർ പറഞ്ഞു. റെയിൽവേയുടെ സ്ഥലം പാട്ടത്തിനെടുത്താണ് നഗരസഭ ടാക്സി സ്റ്റാൻഡ് പണിതു കൊടുത്തത്. എന്നാൽ ഡ്രൈവർമാർ സ്റ്റാൻഡ് വാടക കൊടുക്കാത്തതിനാൽ അറ്റകുറ്റപ്പണികൾ നടക്കാതെ സ്റ്റാൻഡ് കേടുവന്നു. കഴിഞ്ഞ മഴക്കാലത്ത് പ്രദേശത്തെ മരം കടപുഴകി വീണതോടെ സ്റ്റാൻഡിൻ്റെ മേൽക്കൂര തകർന്നു. ഇനി ഈ ടാക്സി സ്റ്റാൻഡ് ചരിത്രമായി മാറും. കഴിഞ്ഞ മഴക്കാലത്ത് മരം വീണത് അത്ഭുതകരമായാണ് ടാക്സി ഡ്രൈവർമാരും കാറുകളും രക്ഷപ്പെട്ടത്. ശക്തമായ മഴയായതിനാൽ 9 മണിക്ക് എത്തേണ്ട ടാക്സി കാറുകളും ഡ്രൈവർമാരും എത്താൻ വൈകിയതോടെയാണ് മരം വീണതിൽ നിന്നും ഇവർ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടതെന്ന് ഡ്രൈവർമാർ പറഞ്ഞു.